അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പോൾ നമ്മളെ വിവാഹമൊക്കെ കഴിഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ എങ്ങനെ എൻ്റെ അടുത്ത് എത്തി അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളെ ഈ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ കണ്ട കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഓൽക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാൻ പോവാണ് അല്ലേ, പറയട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടെയുള്ള കൂട്ടുകാരന്മാരെല്ലാവരും കല്യാണം കഴിഞ്ഞു, ഭയങ്കര ഇതായി. ഓരൊക്കെ വീട്ടിലേക്ക് വരും, ഓരോ ഭാര്യമാരെ കൊണ്ട്. ചില ആൾക്കാർ വരുമ്പോൾ കുട്ടികളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടുകാർക്ക് ഒരു ഇത് ഇവന് പോലപ്പല്ല തന്നെയാണല്ലോ, ഇവനും ഇതേമാതിരി പെണ്ണൊക്കെ കെട്ടണമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് എന്തായി ഒരു പ്രഷർ വന്നു തുടങ്ങി എനിക്ക്. ഈ പ്രഷർ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പരമാവധി പിടിച്ചിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു പരിപാടി ഇല്ലാക്കാൻ വേണ്ടിയിട്ട് ആ സമയത്തൊക്കെ കുറേ പിടിച്ചിരുന്നത്. പിന്നെ ഞാനോട് ചിന്തിച്ച് ഒരു ദിവസം അങ്ങനെ കടന്നുറങ്ങിയപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ച്, അതായത് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. ഒപ്പലൊക്കെ കുട്ടികളായാലുണ്ട്, ഫാമിലി ആയാലുണ്ട്. പിന്നെ ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല, ഒരു 10-27 വയസ്സായിക്കണ്. 27 വയസ്സായിപ്പോൾ. അപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പം അധികം കാലം ഇനിയിപ്പോൾ ഒരു 30-32 കൊല്ലം 60 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ മുമ്പ് വരച്ചാണെങ്കിൽ അത്രയും കിട്ടില്ല. അപ്പോൾ അത്രയും നമുക്ക് ജീവിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രായത്തിലെങ്കിലും ഇനി പെണ്ണിട്ടില്ലെങ്കിൽ എങ്ങനെ ശരിയാവും? ഞാൻ തന്നെ അല്ല പാസിൽ വെച്ച് കെട്ടണില്ലെങ്കിൽ ഞാൻ തന്നെ എന്നോട് ചോദിച്ചു. അതായത് ഒരു ദിവസം രാത്രി ഫുള്ള് ഞാൻ കണ്ണാടിൻ്റെ മുന്നിൽ നിന്നാണ്ട് ഞാൻ അങ്ങനെ എന്നോട് ചോദിക്കുക, ഇതെന്താ കെട്ടണില്ലേ, ഒപ്പലോല് മുഴുവൻ കഴിഞ്ഞല്ലോ. അതായത് എനിക്ക് തന്നെ എന്തൊക്കെ എന്നോടൊരു പുച്ഛം. അതിൽ അന്ന് രാത്രി ആ കിടക്കപ്പായിൽ വെച്ച് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് മറ്റൊരുത്തനും ഇനി ഇത് പറയാൻ അവസരം ഉണ്ടാക്കാതെ വേഗം ഒന്ന് പെണ്ണ് കെട്ടാതില്ലൊരു തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് ഞാൻ അന്നെ സെലക്ട് ചെയ്യുന്ന ഒരു ഇതിക്ക് വന്നത് കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അന്ന് രാത്രി തീരുമാനം എടുത്ത് ഞാൻ പിറ്റേന്ന് രാവിലെ ഉമ്മാരുടെ അടുത്ത് പോയി കുറ്റസമ്മതം നടത്തി. ഉമ്മ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ആഗ്രഹമില്ല സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്തു തരാം, ഞാൻ അങ്ങനെ ഒരു പെണ്ണ് കെട്ടാം. പിന്നെ എനിക്കും തോന്നുന്നുണ്ട് ഒരു പെണ്ണ് കെട്ടാൻ അയക്കണമെന്നുള്ളൊരു എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ എല്ലാവരും പറയും, ഇമ്മാനോടൊക്കെ അയലോകത്തില്ലോലും അറിയണോലൊക്കെ ഒന്ന് പറയും അങ്ങനെ അതിൽ ഇതിൽ ട്രിപ്പും പോയി ടൂറും പോയി നടക്കുകയാണ്. സാധാരണ ഞാൻ മാർച്ചിലൊക്കെ സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ ഞാൻ സ്കൂൾ വർക്ക് ചെയ്യണമല്ലോ. അപ്പം മാർച്ച് 30 സ്കൂളോട് പൂട്ടിയാൽ പിറ്റേന്ന് ഏപ്രിൽ 1 ഇവിടുന്നോട് പോകും. പിന്നെ വരൽ ജൂൺ 1 സ്കൂൾ തുറക്കണതിൻ്റെ കുറച്ച് മുമ്പാണ് വരൽ. കാരണം ആ 2 മാസം ഞാൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് കയറാം. ഫുള്ള് ഏതെങ്കിലുമൊക്കെ ആയിട്ട് നോർത്ത് സൈഡ് കൂടെ ഒക്കെ ഏതെങ്കിലുമൊക്കെ ആയിട്ട് പോയിട്ട് അങ്ങനെ ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വരുത്തണമെന്ന് എൻ്റെ ഈ ഒരു യാത്രാ ലൈഫുമായി അസൂയപ്പെടുന്ന കുറേ ആളുകൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കറിയാം, ഇനി ആയിക്കോട്ടെ അവർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഞാൻ നിന്ന് കൊടുക്കാമെന്ന് ഞാനും വിചാരിച്ച്. അങ്ങനെ എന്ത് ചെയ്ത്, പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നോട് ഓപ്പണായിട്ട് ചോദിക്കട്ടെ, ഞാൻ ഇപ്പോൾ ഈ വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ച് ഇതിനൊരു അറുതി വരുമോ? വരൂലല്ലോ. എനിക്ക് യാത്ര പോയിക്കൂടെ? താങ്ക് യു സുഹൃത്തുക്കളെ. നമ്മുടെ ഭാര്യ ഫുൾ പെർമിഷൻ നമുക്ക് തന്നിരിക്കുകയാണ് യാത്രകൾ പോകാനും കാര്യങ്ങൾക്കൊക്കെ. നമുക്ക് ഇതാ ഫുൾ പെർമിഷൻ ലൈവായിട്ട് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ് നമുക്ക് പെർമിഷൻ തന്നത്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഇൻഷാല്ലാ. അപ്പോൾ പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് ആരെ കൊണ്ടുപോകും? പെണ്ണുങ്ങളെ കൊണ്ടുപോകും. അല്ലാത്തവർക്ക് ആണുങ്ങൾ ഒറ്റയ്ക്ക് പോകും കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ഇപ്പോൾ പെണ്ണുങ്ങളെ കൊണ്ടുപോകാനൊന്നും പോസിബിൾ അല്ല. അപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകും, അല്ലാത്തവർക്ക് എന്ത് ചെയ്യും, നമ്മൾ പോകും. അപ്പോൾ അതിന് വിരോധമൊന്നുമില്ലല്ലോ. ഇല്ല, ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഞാൻ സ്വപ്നം കണ്ടൊരു പെണ്ണുങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു പെണ്ണുങ്ങളെ. താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു വിവാഹം എന്നുള്ള രീതിക്ക് എത്തിയത്. അങ്ങനെ എത്തി നല്ല സുഹൃത്തുക്കളെ, തലങ്ങും വിലങ്ങും ആൾക്കാർ അവിടെ പെണ്ണുണ്ട്, ഇവിടെ പെണ്ണുണ്ട്, അവിടെ പെണ്ണ്, ഇവിടെ പെണ്ണ്, ആകെ ഇങ്ങനെ പല വഴിക്ക് ഇങ്ങനെ പറയൽ തുടങ്ങി. അപ്പോൾ എനിക്കൊരു പേടി, കാരണം നമ്മൾ ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികളെ നമ്മൾ കുറേ കാണാണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു ഇതിക്ക് ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, പിന്നെ ആയിക്കോട്ടെ ഇമ്മനോട് ഒരു കാര്യം പറഞ്ഞു, ഇജു അന്വേഷിച്ചിട്ടോ, എൻ്റെ ഇതിൽ ഇജു ഒന്ന് അന്വേഷിക്കാറ്. അപ്പോൾ എനിക്കറിയുന്ന ഒരു സാറുണ്ട്. ആ സാറിനോട് ഞാൻ പറഞ്ഞു, ഇനി സാറേ, പിന്നെ എൻ്റെ അത്രക്ക് ക്ലോസ് ആയില്ല സാർ കേട്ടോ, സാറേ എനിക്കിങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ വിവാഹമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ടേസ്റ്റ് സാറിന് കറക്റ്റായിട്ട് എൻ്റെ ടേസ്റ്റ് സാറിൻ്റെ ഇതിൽ അങ്ങനെ എനിക്ക് പറ്റുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സാറ് പറയേണ്ടി ഞാൻ പറഞ്ഞു. അങ്ങനെ സാറ് എന്ത് ചെയ്ത് ഒരു 4 ദിവസം കഴിഞ്ഞ് ഞാൻ സാറ് വീട്ടിൽ നിന്നാട്ടോ വിചാരിച്ചു. നമ്മളിത് പറഞ്ഞ സാറത് പിന്നെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടല്ലോ, 100 തിരക്കില്ല മനുഷ്യനാട്ടോ. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ സാറുണ്ട് പറയണേ, സാറിൻ്റെ പരിചയത്തിൽ ഒരാളുണ്ട് മഞ്ചേരി, മൂപ്പര് അധ്യാപകനാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആ ആൾ പറഞ്ഞു കൊടുത്താണ് പറഞ്ഞാണ്ട് അവിടെ മഞ്ചേരി അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറെ മോളുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ്ട് എനിക്ക് സാറ് വിളിച്ച് പറഞ്ഞത്. അതിന് ഞാൻ സാറിനോട് പറഞ്ഞു. പിന്നെ ഞാൻ ഇതൊന്നും ആരോട് പറഞ്ഞില്ല, ഈ പരിപാടി നടക്കുന്ന സമയത്തൊന്നും നിൻ്റെ കൂട്ടുകാരോട് ഞാൻ ഈ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓരങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ നല്ല സ്വഭാവക്കാരും അധികം ഇങ്ങനെ ആൾക്കാരെ ഏറെ കയറ്റാത്ത ആളുകളും ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, ഓരോട് ഈ വിവരം അപ്പം ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ അതിനെ കുറിച്ച് ഫുൾ അന്വേഷിച്ച് കുട്ടീൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ഫാമിലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ഞാൻ ഫുൾ അന്വേഷിച്ച്. പിന്നെ മഞ്ചേരി നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാക്കുണ്ട്, പിന്നെ അപ്പോൾ മൂപ്പരെ പോയി കണ്ട് ഞാൻ കണ്ടൊക്കെ കോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇതുണ്ട് നിങ്ങളൊന്ന് അന്വേഷിക്കാണ്ട് പറഞ്ഞവരൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ അന്വേഷിച്ച് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇരിക്കുന്ന ഈ ഒരു കുട്ടീൻ്റെ അടുത്തേക്ക് നമ്മൾ എന്ത് ചെയ്തത് എത്തിയത്. കുട്ടി അതിൽ ഹാപ്പി അല്ലേ?
ഹാപ്പി അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? കുട്ടി എന്തൊന്നും ഉണ്ടാക്കണം, എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ നമ്മൾ ഈ കുട്ടീൻ്റെ അടുത്ത് എത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നമുക്കിങ്ങനെ ഞാൻ ആദ്യം എൻ്റെ വൈക്കുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് എനിക്ക് ചില കാര്യങ്ങളിലൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്ത് എനിക്ക് ഓക്കെ വന്നപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞ് ഇങ്ങനെ കുട്ടീൻ്റെ കേട്ടോ ഉമ്മ അപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാനോടും ഉപ്പാനോടൊക്കെ പറഞ്ഞ് പിന്നെ അളിയാക്കാനോടും താത്താനോടൊക്കെ പറഞ്ഞ് കാക്കാനോടും മൂത്താപ്പാനോടും എല്ലാവരോടും നമ്മളെ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളോടും അമ്മമാരോടും എല്ലാവരോടും അമ്മായികളോടൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ ഓരോടൊക്കെ അങ്ങനെ പറഞ്ഞ് അപ്പോൾ അന്നായിക്കോട്ടെ നമുക്ക് അന്വേഷിച്ച് നോക്കാൻ പോലെ അന്വേഷിച്ചാൽ പോലിക്ക് ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ ഇവളെ വീട്ടുകാരെ ബന്ധപ്പെട്ടാണ്ട് അപ്പോൾ എന്ത് പറഞ്ഞു നമ്മളോട് വന്ന് കാണാൻ പറഞ്ഞു. കാണാൻ പോയതൊക്കെ സീനാണ്, ഇന്ന് ഞാൻ മറക്കൂല കേട്ടോ ആ സീന്. അതായത് എന്താ വെച്ചാൽ നമ്മൾ കാണാൻ പോയി. പിന്നെ അതായത് നമ്മൾ ഇതിപ്പോൾ ഡെയിലി പോയി പെണ്ണിട്ടിട്ടൊന്നുമില്ല, നമുക്കിത് പരിചയമില്ലാത്തൊരു പരിപാടിയാണല്ലോ ഇത്. വേറെയുള്ളതൊക്കെ എന്തായാലും നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇതാണ് നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യണം. അതിലെന്ത് ചെയ്തു നമ്മൾ കാണാൻ പോയി. നമ്മൾ കണ്ടപ്പോൾ ഞങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ അതൊന്നും മുഴുവൻ നമ്മളിവിടെ പറയണില്ല. പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഇനിയിപ്പോൾ ഓക്കെ ചിലപ്പോൾ എന്നെ പറ്റി അറിഞ്ഞോളന്നില്ല, എനിക്ക് ഓളെ പറ്റി അറിഞ്ഞോളന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ഓളെ പറ്റി അറിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പ്രപ്പോസലായിട്ട് പോയിക്കണമൊക്കെ. പക്ഷേ ഓക്കെ എന്നെ പറ്റി എന്ത് ചെയ്യില്ല, ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഞാൻ എന്താണെന്നുള്ളൊരു ക്ലിയർ കട്ട് ചിത്രം ഫസ്റ്റ് നമ്മൾ കാണാൻ പോയി സംസാരിച്ച സമയത്തില്ലേ ഞാനോട് പറഞ്ഞു നിൽക്കണം ഇല്ലേ, പറഞ്ഞു നിൽക്കണം. അത് കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ സംസാരിച്ചിരിക്കണം. കാരണം എന്താ വെച്ചാൽ പിന്നീട് ഒരു ഇതിൽ ഞാൻ എന്താണുള്ളത്, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണുള്ളതിൽ അല്ലെങ്കിൽ ഞാൻ നിർബന്ധമായിട്ട് അവളോട് പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ വളരെ ക്ലിയർ കട്ടായിട്ട് അവളോട് എന്ത് ചെയ്തു അവിടെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവളോട് കാര്യം പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് 100% അല്ലേ അല്ലെങ്കിൽ 110% ഓക്കെ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുക വീട്ടുകാരോട് എൻ്റെ കേസിൽ ഓക്കെ എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കണ്ടിട്ടല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ എനിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് എനിക്ക് വീട്ടുകാരോട് ഓപ്പണായിട്ട് പറയാനുള്ള സമയം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ആലോചിച്ചിട്ട് സമയം എടുത്ത് ഇന്ന് തന്നെ ഇപ്പോൾ ഒന്ന് മറുപടി പറയുമെന്ന് വേണ്ട കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഞങ്ങൾ കാണാൻ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ കണ്ട് 2 ദിവസം കൊണ്ടൊക്കെ സമയം എടുത്ത് എൻ്റെ ടൈം എടുത്ത് നോക്കിയിട്ട് വീട്ടിൽ പറഞ്ഞാൽ മതി എന്ന് ഓളോട് പറഞ്ഞു. അങ്ങനെ ഓള് ഇരുന്ന് ആലോചിച്ചാൽ നമ്മൾ ശരിക്കും ആലോചിക്കണം കേട്ടോ, എല്ലാം പറഞ്ഞു കൊടുത്തിക്കണം. ഞാൻ എന്താണെന്നുള്ളത് എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ 10 മിനിറ്റിനുള്ളിൽ ബാസിൽ സമാനം എന്താണെന്നുള്ളത് ഒരു പിന്നെ ഓട്ടോബയോഗ്രഫി ആക്കിയിട്ട് ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഓളെ കേട്ട് അങ്ങനെ ഓള് എപ്പോഴാ തീരുമാനം എടുത്തത്? അന്നേരം എടുത്തു. ഓ വെരി ഫാസ്റ്റ്. സുഹൃത്തുക്കളെ, കുട്ടിക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓള് അന്ന് തന്നെ മനസ്സിൽ ഓക്കെ ഉറപ്പിച്ചു. എന്താ വീട്ടുകാരോട് പറഞ്ഞേ? അതും അന്ന് തന്നെ പറഞ്ഞു ഓക്കെ. അപ്പം എന്താ വെച്ചാൽ എൻ്റെ കേസിൽ വീട്ടുകാരോട് ഓള് അന്ന് തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാരെന്ത് ചെയ്തു അല്ലേ. പിന്നെ വീട്ടുകാരൻ എന്നോട് എന്താ പറഞ്ഞപ്പോൾ നമുക്ക് അന്വേഷിക്കാം. നിങ്ങൾ നമ്മളെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടില്ലേ? എൻ്റെ നാട്ടിലൊക്കെ എന്നെ കുറിച്ച് അന്വേഷിച്ചില്ലേ? ഓക്കെ. അപ്പം എൻ്റെ നാട്ടിൽ എന്നെ കുറിച്ച് ഓളെ വീട്ടുകാരും ബന്ധപ്പെട്ട ആളുകളൊക്കെ അന്വേഷിച്ചു ഒക്കെ ചെയ്തില്ലേ. അപ്പം നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് എന്നെ വിളിച്ചാണ്ട് ആരാ പറഞ്ഞു? ചെന്ന് ഇവിടെ ഉണ്ടോ? വീട്ടിലുള്ള സമയത്ത് അന്വേഷിച്ചൊക്കെ എന്നോട് എന്താ പറഞ്ഞത്? അന്വേഷിച്ചിട്ട് എന്താ അത് മാത്രമേ ഉണ്ടുള്ളൂ, എന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട്. അപ്പം എന്നിട്ട് എന്നോട് എന്താ ചോദിച്ചത്? അല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു ചോദിച്ചോ? അപ്പോൾ ഞാൻ പറഞ്ഞേ ഇഷ്ടപ്പെട്ടു പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ സുഹൃത്തുക്കളെ അങ്ങനെയാണ് ഈ ഒരു ഇത് ഉണ്ടായത് അല്ലേ. പിന്നെ ഞാൻ ഓൾറെഡി നിർബന്ധമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് വേറൊന്നുമല്ല കേട്ടോ. അതായത് ഇപ്പം നമ്മളൊരു കല്യാണം ഇതൊക്കെ അല്ലേ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഓരോരുത്തർക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർക്ക് വ്യത്യസ്തമായ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അതേമാതിരി എനിക്കും ഉണ്ട് ആഗ്രഹം. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അല്ലേ കല്യാണവുമായി ബന്ധപ്പെട്ട് ഞാൻ ചില കാര്യങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണമാണ് അപ്പോൾ ഇങ്ങനെ ഒന്നും ചില കാര്യങ്ങൾ നമുക്ക് എനിക്ക് താല്പര്യമില്ലാത്ത കേസുകൾ കല്യാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കണ്ടുവരുന്നതിൽ ഇങ്ങനെ കേസുകൾ എനിക്ക് താല്പര്യമില്ല. അത് കരുതി എല്ലാം പറ്റാത്ത ആളൊന്നുമില്ല. ഞാൻ എല്ലാ പരിപാടിക്കും കൂടുന്ന ആളാണ്, എല്ലാ ഇതിലും അക്സെപ്റ്റ് ചെയ്യണമൊക്കെ ആണ്. പക്ഷേ എൻ്റെ പരിപാടിക്ക് ചില കാര്യങ്ങൾ പാടില്ല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അത് കരുതി വേറെ എന്ത് പരിപാടി എന്നെ വിളിക്കണ ഒരു പരിപാടിക്ക് ഞാൻ പോകത്തില്ല. എന്ത് പരിപാടിക്ക് ഞാൻ പോകുന്ന ആളാണ്, കൂടുന്ന ആളാണ്, എല്ലാം ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ പരിപാടി അതേ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമാണ്. ഇതെങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള പോലെ തന്നെ ചെയ്യാതിരിക്കാനുള്ള ആഗ്രഹം വേറെ എല്ലാ ആളുകൾക്കും ഉണ്ട്. അതേമാതിരി എനിക്കുണ്ട്. ചില ആളുകൾക്ക് ഇത് ചെയ്യണം എന്നില്ല ആഗ്രഹിക്കാറ് പല കാര്യങ്ങളും, എനിക്കത് ചെയ്യാതെ നിൽക്കണം എന്നില്ല ആഗ്രഹിക്കാറ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരെ അവനവൻ്റെ ഫ്രീഡമാണ്, അത് അങ്ങനെ വിട്ടുകൊടുക്കണം എന്ന് എനിക്കതിൽ പറയാനുള്ളത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ചില കാര്യങ്ങൾ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യൂല കേട്ടോ. ഞാൻ വരും എന്നെ അല്ലേ കല്യാണം കഴിക്കും ഇൻഷാ അല്ലാഹ് പടച്ചോൻ്റെ എന്തുകൊണ്ടില്ലേ നമുക്ക് നല്ല ഇതിൽ ജീവിച്ചു പോകണം അല്ലേ. പിന്നെ ഞാൻ അവളോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ, നമുക്ക് ഇല്ല കാലം നമ്മൾ പടച്ചോനെ മറക്കാതെ അല്ലേ. അതായത് ആ ഒരു സാധനം നമ്മുടെ മനസ്സിൽ എപ്പോഴും സ്ട്രൈക്ക് ചെയ്ത് നിൽക്കണം. നമ്മളെല്ലാ എൻജോയ്മെൻറ്റും പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ലൈഫ് നമ്മളെല്ലാ എൻജോയ്മെൻറ്റ് ചെയ്യുന്ന ആളുകളാണ്, ഞാനടക്കം നമ്മളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു സാധനം തീരെ ആ ഒരു ഇതില്ലാതെ അല്ലേ
അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. അതിപ്പോൾ ഞാൻ മറക്കുകയാണെങ്കിൽ പോലും ആ സമയത്ത് ഇജ്ജിന് എന്ത് ചെയ്യണം, അത് ഓർമ്മിപ്പിച്ച് തരണം എന്നുള്ളൊരു സാധനം. അതേമാതിരി ഇജ്ജ് മറക്കുമ്പോൾ ഞാൻ എന്നെ ഓർമ്മിച്ചിട്ട് അപ്പോൾ അങ്ങനെയാണല്ലോ ഇത് ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോകേണ്ടത്. ആ ഒരു സാധനം ഞാൻ അവളോട് പറഞ്ഞേക്കണം. അതായത് നമ്മളെപ്പോഴാണ് ഒരു പോയിന്റിൽ ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ കുറേ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കയറി നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ മറക്കും. നമ്മൾ ഈ ഒരു ഭൗതികമായിട്ടുള്ള ഒരു ഇതിക്ക് മാത്രം മാറണം, മനുഷ്യൻ്റെ കാര്യമാണ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ മാറുന്ന ഒരു സമയമൊക്കെ വരും. നമുക്ക് ചിലപ്പോൾ പല സാഹചര്യങ്ങളും നമ്മൾ മുന്നിൽ വരും. പക്ഷേ എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും ആ സാഹചര്യങ്ങളൊക്കെ വന്നോട്ടെ, അത് അതിൻ്റെ വൈക്ക് വിടുക അല്ലേ. അതായത് നമ്മൾ നാട് ഓടുമ്പോൾ നടുവ് കൂടെ ഓടിയില്ലെങ്കിൽ ഒരു അരുവ് കൂടെ എങ്കിലും എന്ത് ചെയ്യുക, ഓടുക. അതേ ഞങ്ങളോട് എപ്പോഴും പറയില്ല. നമ്മളൊരു അരുവ് കൂടെ അങ്ങനെ ഓടുക. എന്നാൽ ഒന്നൊന്നും നമുക്ക് എല്ലാം പറ്റൂല പറഞ്ഞിട്ട് മാറിക്കാണൊന്നും നമുക്ക് പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മളൊരു അരുവ് കൂടെ അങ്ങനെ ഓടുക, നടുവ് കൂടെ അങ്ങനെ ഓടിക്കോട്ടെ അല്ലേ. അപ്പോൾ നമുക്കെല്ലാം കാണാൻ, നമ്മളെല്ലാതും കാണാൻ. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണമെന്ന് വരാനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പം ഞാൻ എന്താണെന്നില്ല എനിക്ക് മനസ്സിലായില്ല അതോടുകൂടി, ഫസ്റ്റ് കാണാവുന്നതോടുകൂടി. എന്നിട്ട് ഞാൻ എന്താണെന്ന് ഫുള്ള് മനസ്സിലാക്കിയിട്ട് തന്നെ അല്ലേ ഓക്കെ പറഞ്ഞിരിക്കണത്. ഓക്കെ. അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടുകാരൊക്കെ പിന്നെ പോയില്ലേ, ഓളെ കണ്ട് വീട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ അമ്മക്കൊക്കെ ഓളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല ഇതിൽ ഇഷ്ടമായി. ആ ഇഷ്ടമൊക്കെ ഒന്നും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഭയങ്കര ഇതാട്ടോ. അപ്പോൾ എന്നോട് ഉമ്മക്ക് ഓളെ കാര്യത്തിൽ ഭയങ്കര ഇതാണ് ഇപ്പോൾ ഇതുവരെ. കാരണം ഓല് തമ്മിൽ കോൺടാക്റ്റ് ഉണ്ട് അല്ലേ, ജുമ്മിയും കോൺടാക്റ്റ് ഇല്ലേ? ആ, നല്ല കോൺടാക്റ്റ് പറഞ്ഞാൽ ആഴ്ചയിലൊക്കെ വിളിക്കും, ദിവസം വിളിക്കും. സുഹൃത്തുക്കളെ, ഇമ്മയും ഓളും ദിവസം വിളിക്കുന്ന പറയണത് അല്ലേ. ആ, ഒരു ഡെയിലി വിളിക്കും. അത് എല്ലാ കാലത്തും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാ കാലത്തും അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ നിലനിൽക്കണം, പോകണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓളടുത്ത് എത്തിപ്പെട്ടത്. നമ്മളൊരു വിവാഹത്തിലേക്ക് എന്ത് ചെയ്ത് എത്തിയത് അല്ലേ. അങ്ങനെ നമ്മൾ ഡിസംബറിൽ പിന്നെ തീരുമാനിച്ചു അല്ലേ. എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഡിസംബറിൽ നിക്കാഹ് ആക്കാന്നുള്ളൊരു സംഭവമൊക്കെ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഈ ഡേറ്റ് ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇനി പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ നല്ലവരായ കുറച്ച് സുഹൃത്തുക്കൾ കാരണം ഈ ഒരു ഡേറ്റുകൾ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ നിക്കാഹാണ്, നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകണം, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് പല കാര്യങ്ങളും. അപ്പം അതുകൊണ്ടാണ് ഞാൻ അന്നത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞത് എന്ത് നിക്കാഹാണ്, ബാക്കി പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇനി നമ്മളായിട്ട് ചിലപ്പോൾ കുറച്ചും കൂടി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ വരെ ചിലപ്പോൾ ഈ നിക്കാഹിന് നമുക്ക് വിളിക്കാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷേ അവരൊക്കെ നമ്മൾ ഇൻഷാല്ലാ കല്യാണത്തിന് വിളിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു കല്യാണത്തിലേക്ക് എത്തിയത്. ഞാനൊക്കെ എന്താ പറയല്ലോ, പറഞ്ഞപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞു എന്താ ഇതിനെ കുറിച്ച് എനിക്ക് എന്താ പറയല്ലേ, ഇതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ കാണാൻ എങ്ങനെയാണ്? നല്ല രസമുണ്ട്, അടിപൊളിയാണ്. ആ ഫസ്റ്റ് നമുക്ക് ചോദിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ കാണാൻ ഉഷാറാണ്. എൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്? നല്ലതാണ്. പിന്നെ വേറെന്താ പറയും? ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടോ? ഇല്ല, എല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ്. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, നല്ല എൻ്റെ ആഗ്രഹപ്രകാരമുള്ളൊരു ഭാര്യനെ തന്നെ കിട്ടിയതെന്നാണ് ഇതുവരെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതുവരെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ അവരോട് ഞാൻ എന്തൊക്കെ പറയാനുണ്ട്, നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അല്ലേ, വെറും നമ്മളൊരു ലൈഫ്. അതായത് ഞാൻ ഫസ്റ്റ് കാണാൻ പോയപ്പോൾ അവരോട് പറഞ്ഞ ഫസ്റ്റ് സാധനം തന്നെ, അത് ഇപ്പോഴത്തെ കുട്ടികളെ ചിന്താഗതി പറഞ്ഞാൽ വീട്ടിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഞാനോട് പറഞ്ഞു എനിക്ക് ഓർമ്മയല്ലേ, കാരണം അവർക്ക് ചിലപ്പോൾ പുറത്ത് പോകേണ്ടി വരുന്ന കാരണം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ ഞാൻ ആകെ ഒരു ആൺകുട്ടിയുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ, എൻ്റെ നാട്, ഞാൻ ചെറുപ്പം മുതലേ അങ്ങനത്തെ ആളോട്ടെ. ഞാനുമായി ചുറ്റിപ്പറ്റിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം, വെറുതെ പോലും ഒന്ന് ഗൾഫിക്കോ അവിടേക്കൊന്നും എല്ലാ സ്ഥലത്തും പോകാൻ നല്ല ഇഷ്ടമാണ്, കണ്ടുവരാനും ഇഷ്ടമാണ്. പക്ഷേ അവിടെ സ്ഥിരമായിട്ട് നിന്നിട്ടില്ല ഒരു പരിപാടിക്ക് എനിക്ക് താല്പര്യം. നാട്ടിൽ നിൽക്കണം, ജോലി ചെയ്യണം, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒപ്പം നിൽക്കണം, വീട്ടിൽ നിൽക്കണം, അങ്ങനെ ഒരു ആഗ്രഹം എല്ലാവരാണ്. അപ്പോൾ അത് ഞാൻ ഓളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഓളെ മൈൻഡിൽ ചിലപ്പോൾ അങ്ങനെ പുറത്ത് പോകണം അങ്ങനെയൊക്കെയുള്ള മൈൻഡ് ആണെങ്കിൽ ഓക്ക് ഇന്നെ വേണ്ടാന്ന് വെക്കൽ അവസരം നമ്മളോട് കൊടുക്കണം, ഒരുക്കി തരണം, വേണ്ടേ? നമ്മൾ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ, തന്നിരുന്നു സുഹൃത്തുക്കളെ. പക്ഷേ ഓള അതെന്ത് ചെയ്തില്ല, ഓള് ഗൾഫിക്ക് അല്ലെങ്കിൽ പുറം രാജ്യത്തേക്ക് പോയിട്ടില്ലെങ്കിലും ഇന്ന മതി എന്നുള്ള സുപ്രധാനമായ തീരുമാനം സുഹൃത്തുക്കളെ ഓള് ആ നിമിഷത്തിലെടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഓൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞിനി നമുക്ക് ആകെല്ലൊരു ജീവിതമാണ്. അപ്പോൾ എന്താ വെച്ചാൽ വീട്ടിൽ നിൽക്കണം, നമുക്ക് ഇവിടെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ, ഇമ്മാനി വാപ്പാനി നോക്കണം അല്ലേ. അതെ, എൻ്റെ അമ്മാനി വാപ്പാനി നോക്കണം, എൻ്റെ അമ്മാനി വാപ്പാനി, അതിനൊക്കെ നമ്മൾ രണ്ടാളും എവിടെ വേണം, ഇവിടെ നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് നിന്നാണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിൽ വേറെ ഏട്ടന്മാരോ അല്ലെങ്കിൽ അനിയന്മാരോ വേറെ മക്കളോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല, കേസല്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഇത് ഇങ്ങനെയാണെന്നൊക്കെ ഞങ്ങളോട് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം ഓള് എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് പിന്നീട് ഓക്ക് പക്ഷേ ഞാൻ അങ്ങനെയൊന്നല്ല കരുതിയത്, മൂപ്പനാണെങ്കിൽ ഇങ്ങനെയാണല്ലോ, അങ്ങനെ ഒരു സാധനം ഓക്ക് വരാൻ പാടില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ടൈം എടുത്തിട്ട് തന്നെ ഓക്ക് എൻ്റെ കാര്യങ്ങൾ A to Z അല്ലേ എല്ലാം പറഞ്ഞതല്ലേ, ഞാൻ ഓക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓള് കേട്ട് നല്ല ഇതിൽ തന്നെ ഓളിഞ്ഞോട് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഓളിഞ്ഞോട് റെസ്പോണ്ട് ചെയ്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ. കാരണം ഓള് നല്ല രീതിയിൽ എന്നോട് റെസ്പോണ്ട് ചെയ്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു ടേസ്റ്റിന് പറ്റിയൊരു ആളെന്നാണെന്നില്ല മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനും എന്ത് ചെയ്തത് പ്രൊസീഡ് ചെയ്തത്. നമ്മളത് വിത്ത് പ്ലഷർ നമ്മളത് പ്രൊസീഡ് ചെയ്തു, നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ, ഇനിയിപ്പം നമ്മൾ ഇങ്ങനെയും പറ്റിയൊരു കുട്ടീനെ നമ്മൾ വേറെ ആർക്കും വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ.
ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇവരെ അറിയിക്കാനൊക്കെ വയ്ക്കുക, ചിലപ്പോൾ ഓളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും. അപ്പം ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ അതിന് അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണ്ട, ഞാൻ തന്നെ ഓളെ കെട്ടാന്ന് തീരുമാനിച്ചിരിക്കണേ. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞ് കൂട്ടുകാരന്മാരോട് ഇവരോടൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കമ്പനിക്കാരോടൊക്കെ എന്ത് ചെയ്യണത്, ഇങ്ങനൊരു സംഭവം വരും, ഇങ്ങനൊരു കുട്ടി ഉണ്ട് കേട്ടോ. ഞാൻ ഫുൾ ഓക്കെ ആക്കിയിട്ടാണ് ഓലോട് ഞാൻ ഈ വിവരങ്ങൾ പറയണത്. ഇങ്ങനൊരു കുട്ടി ഉണ്ട് കേട്ടോ, നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എവിടെ ഏകദേശം ഇവിടം വരെ എത്തിക്കണേ, അപ്പം ഇനി ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ ഓലോട് പറഞ്ഞു. അതിൽ ഓലെല്ലാവരും അന്ന് എയർകേറ്റലായി, കാര്യങ്ങളായി, പരിപാടികളായി, ഫോൺ തപ്പലായി, അതായി ഇതായി ഫുള്ള്. അപ്പോൾ അതിന് വീട്ടിലൊക്കെ സംസാരിച്ചിങ്ങനെ ഏകദേശം അയക്കണേ. അത് ഞാൻ ഇത് പറഞ്ഞിനി. പിന്നെ ഓളെ നമ്പർ ഞാൻ ഫോണിൽ സേവ് ചെയ്തിരുന്നത് അൻവർ മർത്തോമ എന്നാണ്. അതായത് ഞാൻ മർത്തോമ കോളേജിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഉള്ള ഒരാളെ പേര് വെച്ചിട്ട് അങ്ങോട്ട് സേവ് ചെയ്താൽ പിന്നെ ഇപ്പം അങ്ങനെ ഇങ്ങനെ പിടിക്കൂലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കാലം അൻവർ മർത്തോമയ്ക്ക് അതിൽ അതൊരു ദിവസം ഇവർ പിടിക്കപ്പെട്ടു. അതിൽ ഞാൻ അതിലൊരു ദിവസം അൻവർ മർത്തോമ മാറ്റിയിട്ട് ഞാൻ തട്ടി കിഡ്നി മർത്തോമ ആക്കി. അപ്പോൾ അതിലൊരു ദിവസം ബലം എന്ത് പറഞ്ഞിട്ട് കിഡ്നി മർത്തോമ പറഞ്ഞ കോള് വരുന്നത്, ആകെ പെട്ടല്ലോ പടച്ചവനെ. അതിൽ ഞാൻ അവരോട് എന്താ പറഞ്ഞത്, പിന്നെ അത് മർത്തോമ കോളേജിലെ NSS യൂണിറ്റുകാർ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യം പറഞ്ഞു വിളിച്ചിനി. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അപ്പോൾ ആ വിളിച്ച നമ്പർ പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് തപ്പി എടുക്കണമല്ലോ, പിന്നെ ഓരോട് വിവരം പറയണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഹെൽപ്പ് വെച്ച് വിളിച്ചേനെ. അപ്പോൾ അതിന് വേണ്ടി കിഡ്നി മർത്തോമ എന്ന് സേവ് ചെയ്താണെന്നൊക്കെ പറഞ്ഞാണ്ട് അവിടെയും പിടിച്ചെന്ന്. പക്ഷെ പിന്നീട് ഒരിക്കലും ഒരു വീണ്ടും പൊക്കി സുഹൃത്തുക്കളെ. അതായത് ഇപ്പോൾ ഈ പരിപാടിയോട് അടുപ്പിച്ചിട്ട് ഒരു വീണ്ടും പൊക്കി. അതിൽ പിന്നെ ഞാൻ കുറ്റസമ്മതം നടത്തി. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ കിഡ്നി മർത്തോമനെ വെച്ചിരിക്കണേ. ഇനി മാറ്റണോ? ആ കിഡ്നി മർത്തോമ മാറ്റിയിട്ട് എന്ത് പേരാക്കാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഇപ്പം ചില ആളുകളൊക്കെ കണ്ടിരിക്കണേ മൈ ലവ്, അല്ലെങ്കിൽ മൈൻ, അല്ലേ പുതാ മൈൻ, പിന്നെന്താണ് മൈ വൈഫ്, ഇങ്ങനെയൊക്കെ പല സാധനം. ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കളിക്കണേ. ഇതിലെന്ത് പേരാണ് ഇജ്ജ് ആഗ്രഹിക്കണേ? ഒന്നും വേണ്ട. അങ്ങനെ പറയരുത്. എന്തെങ്കിലും ഒരു പേര് താങ്കൾ തന്നെ എന്നോട് പറയണം. അങ്ങനൊന്നുമില്ല. മൈ ലവ് ആക്കണോ? കിഡ്നി മർത്തോമ മതി. അതിനാണ് താങ്കൾ കംഫർട്ട്. മൈ ലവ് ആക്കണോ? മൈൻ, മൈ വൈഫ് ഒന്നും വേണ്ട. അല്ലെങ്കിൽ മൈ ഹേർട്ടിന് ചിഹ്നം കൊടുക്കണം, അതും വേണ്ട. അപ്പോൾ സുഹൃത്തുക്കളെ, ആള് മൈ ഹേർട്ടും മൈ ലവും മൈ വൈഫ് ഒന്നും താല്പര്യപ്പെടുന്ന ആളെ കിഡ്നി മർത്തോമ ആദ്യം മുതലേ പേരണേ. അപ്പോൾ നമ്മളൊരു കിഡ്നി നമ്മൾ ഈ ആൾക്ക് എന്ത് ചെയ്യാണ്, കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി കിഡ്നി മർത്തോമ 2 കിഡ്നി തന്നിരിക്കുന്നു. 2 കിഡ്നിയും സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരാൾക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ കിഡ്നി മർത്തോമ കൺഫേം കേട്ടോ, കിഡ്നി മർത്തോമ. അപ്പോൾ എന്താ വെച്ചാൽ ഇഹത്തിലും പരത്തിലും നമ്മളെ ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ നമ്മളെ ചേർന്ന് എന്ത് ചെയ്യണം, നിൽക്കണം. തിരിച്ച് ഞാനും നിൽക്കും. ഇതിപ്പോൾ ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ടും വേണ്ടേ. അപ്പോൾ ഇങ്ങനെ ഒരു ലൈഫാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം. കാരണം എന്താ വെച്ചാൽ ഇതുവരെ ഇത് കണ്ട ആൾക്കാർ മുഴുവൻ എത്ര ബിബിളൊന്നും ഉണ്ടാകുന്നതിലൊരു കാഴ്ചപ്പാട് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഞാൻ കണ്ടോ വർത്തനം പറഞ്ഞ് വിയർത്താകെ. അപ്പോൾ എന്താ വെച്ചാൽ ഒരൊക്കെ വരുന്നുണ്ട്, ഒരൊക്കെ ഒന്ന് ആകെ അലമ്പാണിൻ്റെ മുമ്പ് എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ പറഞ്ഞോ, എന്തെങ്കിലും പറയും ഇന്നെ കുറിച്ച്, എൻ്റെ ഒരു ലുക്കിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിച്ചാ. അപ്പോൾ എനിക്കൊരു എസ് എഴുതാൻ തരും, ഒരു 5 മാർക്കിൻ്റെ എസ്. ഇതിപ്പോൾ ഒരു 10ാം ക്ലാസ് പരീക്ഷ കുത്തിരിക്കണം വിചാരിച്ചോ. ആ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് വരികയാണ്. നിങ്ങളുടെ ഭാവി ഭർത്താവിനെ കുറിച്ച് ഒന്ന് വിവരിക്കാൻ പറഞ്ഞാൽ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, ഈ എങ്ങനെ വിവരിക്കുമെന്ന് പറഞ്ഞാൽ. ഞാൻ ഒരു അധ്യാപകനായതുകൊണ്ട് ഞാനിതൊരു എക്സാമിന് റിലേറ്റ് ചെയ്തു കേട്ടോ. ഞാൻ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ പാടില്ല. 5 മാർക്ക് വേണ്ട, ബാക്കി 45 മതി. അതെന്താ വെച്ചാല് മസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് അത്. അതായത് ഉപേദിക്ക ചില ഇതിലുണ്ടാവേ. ഇപ്പോൾ ഉപേദിക്ക് ഇപ്പോഴത്തേക്ക് അവിടെ കുത്തിരിക്കുന്നുണ്ട് കേട്ടോ, നമ്മളെ മുന്നിലുണ്ട്, ക്യാമറയിൽ കാണില്ല അവളു. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെന്താ വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ഇപ്പോൾ ഇന്നലത്തെ പരീക്ഷ പേപ്പർ കണ്ടുള്ളൂ, മസ്റ്റ് അറ്റൻഡ് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ ആക്ടിവിറ്റി അല്ലെങ്കിൽ രണ്ടാമത്തെ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടാവും. ബാക്കിയില്ല ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്ന് വിചാരിക്കുക, എനിക്ക് സ്കിപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഒന്നുമില്ല. ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് റീടെസ്റ്റ് ചെയ്തിക്കോളാം. 6 മാസം കഴിഞ്ഞിട്ട് സപ്ലൈ ചെയ്തുകൊള്ളാം. സുഹൃത്തുക്കളെ, എന്നാലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആ ചോദ്യത്തിന് മറുപടി എഴുതൂല എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നത്. ഓളത് സപ്ലൈ ചെയ്താലും കുഴപ്പമില്ല, അവനക്ക് 1 വർഷം എനിക്ക് അങ്ങനെ നഷ്ടപ്പെട്ടോട്ടെ, എന്നാലും വിഷയമല്ല, ഞാൻ ആ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് പാസ്സായി പോകേണ്ടതെന്നാണ് ഓൾ തീരുമാനം എടുത്തിട്ടുള്ളത്. ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ മതി. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ റൂമിൽ ഞാൻ എന്താ വെച്ചാൽ ഇന്നേ വരെ ഒരു പൗഡർ പോലും യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ റൂമിൽ ഇനി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ പറ്റില്ല എന്നൊക്കെ ഒരു ക്ലിയർ കട്ട് ഉത്തരം എനിക്ക് കിട്ടിയാൽ പറ്റൂല. ഇങ്ങനെ ഒറ്റയടിക്ക് താങ്കൾ ഈ ഒരു തീരുമാനത്തിലെത്താനുള്ള കാരണം അങ്ങനെയാണ്. പൗഡർ ഉണ്ടാവും? പൗഡർ വേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരൂലേ? വേറെ എന്താണ് നോക്കട്ടെ. അപ്പോൾ അതിന് ഞാനൊരു ഷെൽഫ് കാണേണ്ടി വരും ഡെഫിനറ്റ്ലി. പിന്നെ പടച്ചോൻ പറഞ്ഞത് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ നബി പറഞ്ഞത് എന്താ വെച്ചാൽ, ഉണ്ണാനും ഉടുക്കാനൊക്കെ അല്ലേ വാങ്ങിക്കൊടുക്കണം നടക്കുന്നത്. അതിലും നമ്മൾ ഇൻഷാല്ലാ ഒരു കുറവും വരുത്തൂല. ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാം. അതില്ല, നമ്മളെ പല ആവശ്യങ്ങളും എന്താണ് ഇപ്പം നമ്മൾ സക്കാത്ത് കൊടുക്കാൻ പറയണ്ടേ. ഈ സക്കാത്ത് കൊടുക്കണം എന്താ സത്യം പറഞ്ഞാൽ
അത് നമ്മളെ അത്യാവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയില്ലെന്ന് സക്കാത്ത് കൊടുക്കാൻ നിൽക്കണേ. പക്ഷെ അതായത് നമ്മളെ ആവശ്യം കഴിഞ്ഞിട്ട് സക്കാത്ത് കൊടുക്കാൻ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ ആവശ്യങ്ങളൊന്നും തീരൂല, എൻ്റെ ഒന്നും തീരൂല. അത്യാവശ്യം ബേസിക് നീഡ്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വരുമാനത്തിന് സക്കാത്ത് കൊടുക്കണം, അത് നിർബന്ധമാണ് അല്ലേ. അപ്പോൾ അതേമാതിരി തന്നെയാണ് നമ്മളെ ബേസിക് നീഡ്സ്. അതേ കാര്യം ഓരോന്ന് ഉദ്ദേശിച്ചത് അന്നത്തെ കാലത്ത് പറഞ്ഞതാണ്. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും കേട്ടോ, നമ്മൾ വളരെ ഇതായിട്ട് നോക്കുക. പക്ഷെ എന്നാലും ഇതിലെന്തൊരു ഇളവുകൾ കിട്ടുമെന്ന് ഞാൻ ഒന്ന് എന്ത് ചെയ്താണ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. പക്ഷേ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ പാളി പോയിരിക്കണം സുഹൃത്തുക്കളെ. ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, അത് പാളി. പിന്നെ വേറെ എന്താ പറയല്ലേ, നല്ല ഡ്രസ്സൊക്കെ ഡ്രസ്സ് നമ്മളെ കയാലിൽ നിന്നല്ലേ ഡ്രസ്സ് ചെയ്തിരിക്കണത്. അപ്പോൾ ഇത് നമ്മളെ സ്വന്തം ഷോപ്പായ കയാലിൽ നിന്ന് ഞാൻ ഇതിൻ്റെ വ്ളോഗ് ഇട്ടീനല്ല, അപ്പോൾ എല്ലാവരും കണ്ടില്ലേ. നമ്മളെ കയാലിൽ നിന്നാണ് ഈ ഒരു ഡ്രസ്സ് സെറ്റ് ചെയ്തിരിക്കണത്. ഷാനത്ത അത്രയും ഇതായിട്ട് ചെയ്തൊരു സംഭവമാണ്, അത് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തിരിക്കണത്. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ ചെയ്യണമെങ്കിൽ കയാലിക്ക് പോവാം അല്ലേ. പിന്നെ നമ്മളെ ക്യാമറ വെഡിങ്ങിൻ്റെ ഷൂട്ടൊക്കെ ചെയ്തിരിക്കണം നമ്മളെ സ്വന്തം കമ്പനിയായിട്ടുള്ള ലവ് നോട്ട്സ് അല്ലേ. ലവ് നോട്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനുവേണമെങ്കിൽ ലവ് നോട്ട്സിന് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊരു കണ്ടതും ഈ ഒരു വിവാഹത്തിലേക്ക് എത്തിയതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അങ്ങനെ ഡിസംബർ 26 വന്നു. ഇനി നമ്മളതിൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോക്ക് ശേഷം കേട്ടോ നമ്മളെ നിക്കാഹിൻ്റെ വീഡിയോ ഒക്കെ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുക, പല വീഡിയോസും. അപ്പോൾ എന്തായൊക്കെ നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുക, എല്ലാവരും പ്രാർത്ഥിക്കുക അല്ലേ. എല്ലാവരും പ്രാർത്ഥിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ വലിയൊരു സന്തോഷമാണ്. അതായത് എനിക്കിപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഒരു വ്ളോഗൊക്കെ എടുക്കണമെങ്കിൽ ക്യാമറമാൻ ഇല്ലേ ഇനി ഇതാ സുഹൃത്തുക്കളെ, എനിക്ക് സ്വന്തമായിട്ടൊരു ക്യാമറാമാന് കിട്ടിയിരിക്കുകയാണ് അല്ലേ. അതായത് എല്ലാ കാര്യവും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ചിത്രങ്ങളും പകർത്തിയെടുക്കാൻ ഒരു ക്യാമറ ഗേൾ, മാനല്ല, ഒരു ക്യാമറ ഗേളിൻ്റെ കൂടെ ഇനി ഉണ്ടാവും അല്ലേ, ഉണ്ടാവില്ലേ. അപ്പം എൻ്റെ വീട്ടിലത്തെ വ്ളോഗൊക്കെ ഇനി ഇയാളാവും എടുക്കാൻ പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടതും ഈ ഒരു വിവാഹത്തിൽ എത്തിയതായിട്ട് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിനും കാര്യങ്ങളിലൊക്കെ ഞാൻ വന്ന് പറഞ്ഞുതരും. അപ്പോൾ ഇതുവരെ നമ്മൾ വ്ളോഗ് കണ്ടീന് എല്ലാവരോടും താങ്ക്സ്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദുആയിൽ ഉൾപ്പെടുത്തുക, എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം. താങ്ക് യു.